ബി.ജെ.പി. പ്രതിഷേധം അനാവശ്യമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഗണേഷ് കുമാർ. പുതിയ നല്ലൊരു ടോയ്ലറ്റ് അങ്ങേയറ്റത്തുണ്ടായതിനു ശേഷം ഈ നടുവിലത്തെ ടോയ്ലറ്റ് പൊളിക്കും. പിന്നെ ഈ കെട്ടിടത്തിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് നമ്പർ ഇട്ടതാ സുഹൃത്തെ എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്ത് കാരണം കൊണ്ടാണ് ഈ കെട്ടിടത്തിന് നമ്പർ ഇടാത്തതെന്ന് ബി.ജെ.പി. വ്യക്തമാക്കണം, മുനിസിപ്പാലിറ്റി വ്യക്തമാക്കണം. ഈ ബിൽഡിങ്ങിന് യാതൊരുവിധ വയലേഷനും ഇല്ല. കാരണം മുനിസിപ്പാലിറ്റിയുടെ വയലേഷൻ്റെ അനുവാദമെല്ലാം പ്ലാൻ കൊടുത്ത് അംഗീകാരം വാങ്ങിയതിന് ശേഷമാണ് ഇവിടെ MLA ഫണ്ടിൽ ഈ കെട്ടിടം നിർമ്മിച്ചത്. ഷാഫി ആ കെട്ടിടത്തിനെ നിർമ്മിച്ചത് ഊരാലുങ്കൽ സൊസൈറ്റിയാണ്. നല്ല മനോഹരമായി വളരെ വൃത്തിയായിട്ട് ഈ ബിൽഡിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിന് എന്ത് വയലേഷൻ? 3 കടകൾ ഇതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നു എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റിയുടെ ന്യായം. ആ ന്യായത്തിൻ്റെ പേരിൽ നമ്പർ ഇടാതിരുന്നതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസാണ്. അത് ഞാൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. എന്തെങ്കിലും ഒരു അപകടമോ പ്രശ്നമോ ഇവിടെ ഉണ്ടായാൽ ഇവിടെ വന്നു ചേരുന്ന പാവങ്ങൾക്ക് യാതൊരു ക്ലെയിമും ക്ലെയിമും കിട്ടാതിരിക്കാനുള്ള കാരണക്കാർ മുനിസിപ്പാലിറ്റി മാത്രമായിരിക്കും എന്നൊരു സംഗതി. പ്രതിഷേധിക്കേണ്ട ഞങ്ങളാണ്. കാരണം വെച്ചാൽ ഇത്രയൊരു ബിൽഡിംഗ് പണിത് കോടിക്കണക്കിന് ഇത് പൊതുമുതലാണ്. 7.5 കോടി എന്ന് പറയുന്നത് MLA ഫണ്ട് ഉപയോഗിക്കുമ്പോൾ അത് പൊതുമുതലാണ്. ആ പൊതുമുതലിനെ ഉപയോഗപ്പെടുത്താൻ സമ്മതിക്കില്ല. അതവിടെ നിൽക്കിയിട്ട് ശ്രീകണ്ഠൻ അദ്ദേഹം ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞില്ല, അദ്ദേഹം 2.5 കോടി ചിലവഴിച്ച് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വേണം. അതെന്തേ തുറക്കുന്നില്ല? അത് MPയുടെ കുറ്റമാണോ? അത് നാട്ടുകാരുടെ കുറ്റമാണോ? സംസ്ഥാന സർക്കാരിൻ്റെ കുഴപ്പമാണോ? അല്ല. മുനിസിപ്പാലിറ്റി അത് തുറക്കരുതെന്നുള്ള ഒരു രാഷ്ട്രീയ അജണ്ട അതിനകത്തുണ്ട്. അത് അവസാനിപ്പിക്കുക. ഈ 3 കടക്കാരുടെ കാര്യം അവർ ഇല്ലീഗലായിട്ടിരിക്കുന്ന അവർക്ക് ആരാണ് മുനിസിപ്പാലിറ്റി അവർക്ക് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിക്കുമ്പോൾ മുനിസിപ്പാലിറ്റി അവർക്ക് താൽക്കാലിക നമ്പർ ഇട്ട് കൊടുത്തു. അതങ്ങ് പിൻവലിക്കുന്നേ. അതാദ്യം കൊണ്ട് പിൻവലിച്ചാൽ നമ്മളിതങ്ങ് എടുത്തു മാറ്റാം. ഇവർ പിൻവലിക്കാത്തതുകൊണ്ട് നമ്മൾ കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമീപിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉത്തരവ് കിട്ടും. ഹൈക്കോടതി അവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു, പണം വാങ്ങാൻ പറഞ്ഞു. അവരൊഴിഞ്ഞു പോകണം. അവരൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്പർ ഇടുമല്ലോ എന്ന് ചോദിച്ചാൽ ഈ വിവരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബോധ്യമാണ്. മുനിസിപ്പാലിറ്റി ഈ 3 കടക്കാർ ടെമ്പററി ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ മുനിസിപ്പാലിറ്റി നമ്പർ ഇട്ട് തരുന്നില്ല. പ്രതിഷേധിക്കേണ്ട സ്ഥലം മാറിപ്പോയി. ഇവിടെ അല്ലായിരുന്നു, അവിടെ ആയിരുന്നു പോകേണ്ട സ്ഥലം. CCTV ഞാൻ ചൊല്ലി CCTV KSRTCയിലെ എല്ലാ ജീവനക്കാർക്കും അറിയാം. ഞാൻ പ്രസംഗിച്ചു എന്താ പറഞ്ഞത്, കേരളത്തിലെമ്പാടും CCTV വെച്ച് തുടങ്ങി. ഇപ്പോൾ കൊട്ടാരക്കര വെച്ചു, തമ്പാനൂർ വെച്ചു, എല്ലാ സ്ഥലത്തും CCTV വയ്ക്കുകയാണ്. ഇനി വണ്ടി റോഡിൽ പാർക്ക് ചെയ്തില്ല, അതുകൂടി കാണത്തക്ക രീതിയിൽ എല്ലാ ബസ് സ്റ്റേഷൻ 2 മാസത്തിനുള്ളിൽ CCTV വെച്ചിരിക്കും. ഇത് എവർ പറഞ്ഞുകൊണ്ടൊന്നുമല്ല, ഇത് നടപടി ആരംഭിച്ചു കഴിഞ്ഞു. കൊട്ടാരക്കരയിൽ നിന്ന് സമരം ചെയ്തിട്ടാണ് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ 10 CCTV ക്യാമറ വെച്ച് കഴിഞ്ഞു. ബി.ജെ.പി. ഭരിക്കുന്ന നഗരസഭയാണ് KSRTCയെ നിരന്തരം ദ്രോഹിക്കുന്നത്. പാലക്കാട് നഗരസഭ KSRTC ബിൽഡിംഗിന് കെട്ടിട നമ്പർ നൽകിയില്ല. അതിനാൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ല. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തെ അനധികൃത കെട്ടിടങ്ങൾ നഗരസഭയാണ് മാറ്റേണ്ടത്. നഗരസഭാധികാരികൾ അനധികൃത കച്ചവടവും കയ്യേറ്റവും നിയന്ത്രിക്കണം. സാഹസിക യാത്ര നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും പോലീസും RTO നടപടികളും സ്വീകരിക്കും. നിയമലംഘനം നടത്തുന്നവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. എമ്പുരാൻ സിനിമ വിമർശകരെയും സാഹിത്യകാരന്മാരെ അമർച്ച ചെയ്യാനുള്ള ശ്രമമാണ്. കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നാക്രമണമാണ്. സമൂഹത്തിൽ വിമർശനം ആവശ്യമാണ്. എന്നാൽ വിമർശനം ക്രിയാത്മകവും അതിരു കടക്കാത്തതുമായിരിക്കണം. ഒരു തരത്തിലും അസഹിഷ്ണുത പാടില്ല. സഹിഷ്ണുതയോടെ ആയിരിക്കണം ഓരോ കാര്യവും പ്രശ്നവും കൈകാര്യം ചെയ്യേണ്ടത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. തൃശ്ശൂരുകാർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. സിനിമയിൽ പോലീസ് വേഷം ചെയ്തപ്പോഴൊക്കെ കാറിൽ പോലീസിന്റെ തൊപ്പിയും വെച്ചാണ് അന്ന് സുരേഷ് ഗോപി സഞ്ചരിച്ചിരുന്നതെന്നും ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.